മണിപ്പൂർ സംഘർഷത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സുരക്ഷാ സേനകളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ RSSന്റെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇത്തരം നടപടികളിലേക്ക് അമിത്ഷാ കടക്കുന്നത്? വേണു, അതുതന്നെയാണ് ഉയരുന്ന ചോദ്യം. കാരണം ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിന് പിന്നാലെ RSS ഉന്നയിച്ച വിമർശനം എന്നുള്ളത് ഈ മണിപ്പൂരിൽ ആരാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്, ഒപ്പം തന്നെ അടിയന്തരമായി അവിടെ സമാധാനം കൊണ്ടുവരണം എന്നൊരു ആവശ്യമായിരുന്നു മോഹൻ ഭാഗവത് RSSന്റെ പൊതുസമ്മേളനത്തിൽ ഉന്നയിച്ച ആവശ്യം. ഇതിനു പുറകെയാണ് ഇപ്പോൾ മണിപ്പൂരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ സംബന്ധിച്ചുള്ള ഒരു ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്നലെ ഗവർണർ അനസൂയ ഉയ്ക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരും സുരക്ഷാ സേനകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. നിലവിലെ തൽസ്ഥിതികൾ ഈ യോഗത്തിൽ വിലയിരുത്തും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില സംഘർഷങ്ങൾ മണിപ്പൂർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തും. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾ എല്ലായിടങ്ങളിലും എത്തിക്കാൻ, പ്രത്യേകിച്ച് മലയോര താഴ്വാര മേഖലകളിൽ എല്ലായിടത്തും എത്തിക്കുവാൻ വേണ്ടി ഗതാഗത സംവിധാനം സുഗമമാക്കുന്നതിന് അകമ്പടി വാഹനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളതും യോഗം വിലയിരുത്തും. ഈ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന മേഖലകളിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഈ ഉന്നതതല യോഗം എന്നുള്ളതാണ് ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുക. വേണു, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.